ഹായ്, അജാൻസ് ഫുഡ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരു കൂടെ സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളെ ഒരു മൂന്നാർ ട്രിപ്പ് പോയായിരുന്നു, ഫാമിലി ട്രിപ്പ്. അതിൻ്റെ വീഡിയോ ആണ്. പിന്നെ അതുപോലെ തന്നെ ആദ്യം തന്നെ പറയട്ടെ, ഇത് ഫിഷിങ്ങിൻ്റെ വീഡിയോ അല്ല. അപ്പോൾ അതനുസരിച്ച് അത് താല്പര്യമുള്ളവർ മാത്രം കയറി കാണുക, അല്ലാതെ കയറി കണ്ടിട്ട് മീൻ പിടുത്തം എന്ത് ചെയ്താൽ ചോദിച്ച് തീറ്റയൊന്നും വിളിക്കാൻ പറ്റരുത്. ഇത് ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ്, അച്ഛനും അമ്മയും ഞാനും വൈഫും കുഞ്ഞും പിന്നെ എൻ്റെ പെങ്ങന്മാരും അവർ ഭർത്താക്കന്മാരും മക്കളും എല്ലാം ഞങ്ങളെല്ലാം കുടുംബമായിട്ടൊരു ട്രിപ്പ് പോയതിൻ്റെ മൂന്നാർ വരെ പോയി. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ 6-7 കൊല്ലമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇപ്പോഴാണ് നടന്നത്. പിന്നെ അച്ഛനും അമ്മയൊക്കെ വയസ്സ് അവരങ്ങനെ അധികം സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല, അങ്ങനെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ അവരെല്ലാം രണ്ടുപേരോടെ കൂട്ടിക്കൊണ്ട് ഞങ്ങളവിടെ ഒന്ന് പോയതാണ്. അതിൻ്റെ വീഡിയോസാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അതിൻ്റെ വീഡിയോകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഫിഷിംഗ് വീഡിയോ അല്ല, അത് ആദ്യം പറയട്ടെ. പിന്നെ കയറി കണ്ടിട്ട് ആരും ചീത്ത പറയില്ല. കാരണം നമ്മൾ ഷോർട്ട് വീഡിയോ അടുത്തൊന്നും ഇട്ടപ്പോൾ അതിനിടെ വന്നിട്ട് കുറേ തെരുവിളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ മീൻപിടുത്ത വീഡിയോ ഇടണമെന്നും പറഞ്ഞ് മാത്രം തുടങ്ങിയ ചാനലൊന്നും അല്ല. അപ്പോൾ എന്നെ അതിനകത്ത് അടിച്ചേൽപ്പിക്കുകയൊന്നും വേണ്ട. പറയാനുള്ള പിന്നെ മറുപടി നമ്മൾ പറയാതിരിക്കുന്നതിനെ ഒത്തിരി പേര് തെറിയ കമൻറ്റൊക്കെ ഞാൻ കണ്ടു. അതും പ്രായമുള്ള 1-2 പേരാണ്, കണ്ടാൽ മാന്യന്മാരായിട്ട് തോന്നിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മുടെ അറിയാവുന്ന പിള്ളേരാരും നമ്മളൊന്നും പറയാതിരുന്നറിയാം. അപ്പോൾ അവരെ ഡീറ്റെയിൽസൊക്കെ വിളിച്ചിട്ട് ഞാൻ വേണം നേരിട്ട് സംസാരിക്കാന്നുള്ളതില്ല. പിന്നെ വിട്ട് കളഞ്ഞു പോയിട്ട് ഇതിനകത്തൊക്കെ ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ വീഡിയോ കാണാതിരിക്കുക. അപ്പോൾ നിങ്ങളെ ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒത്തിരി പറഞ്ഞു കിട്ടുന്നില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടൂർ പോയതിൻ്റെ കുറച്ചറിയ നമ്മൾ വലിയൊരു യാത്രാ ബ്ലോഗ് ഒന്നും ചെയ്യുന്ന ആളല്ല. അപ്പം നമ്മൾ അതിൻ്റേതായ കുറവുകളും കുറ്റങ്ങളും കൊണ്ട് പിന്നെ അത് തന്നെ ആദ്യം തന്നെ പറട്ടെ. പിന്നെ നമ്മൾ ഇതിൻ്റെ തുടക്കം വീഡിയോ പിടിച്ചാൽ മൊബൈലിൽ കുറേ വീഡിയോസ് എടുത്തായിരുന്നു. നമ്മൾ യാത്ര തുടങ്ങുന്നതിൻ്റെയും വാർത്തിച്ചിട്ട് ഇറങ്ങുന്നതിൻ്റെയും കാര്യങ്ങളൊക്കെ കുറച്ച് വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. നമ്മുടെ കുറേ ഫോൾഡർ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അത് കിട്ടുന്നില്ല. ലാസ്റ്റ് നമ്മൾ ഇപ്പം ഇൻട്രോ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആയിപ്പോയി. ലാസ്റ്റ് തിരിച്ച് പോരാതെ കുറച്ച് വീഡിയോസ് എടുത്ത് അതും ഡിലീറ്റ് ആയിപ്പോയി. മൊബൈലിലെടുത്ത കുറേ വീഡിയോസ് പോയി. അപ്പോൾ അത് കാണത്തില്ല, അതിൻ്റെ കുറവുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോ ഇടുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കാണുക. നമ്മുടെ ഫാമിലി ട്രിപ്പാണ്, അതിൻ്റെ ചില കാഴ്ചകളൊക്കെ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് വീഡിയോ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത് വെച്ചാൽ നമുക്ക് ഭാവിയിലായാലും യൂട്യൂബിലിട്ടേക്കുവാണെങ്കിൽ പിന്നെ കയറി കാണാം, നമുക്ക് എല്ലാവർക്കും കാണാം. ഞങ്ങൾ പോയവർക്കെല്ലാം യൂട്യൂബിൽ കയറി നമ്മളെല്ലാം സേവ് ചെയ്ത് വെച്ച് ഇതുപോലെ ഡിലീറ്റ് ആയി പോവോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിതൊരു വീഡിയോ ആക്കി ഈ യൂട്യൂബിൽ ഇടുന്നത്. അപ്പം നമ്മൾ ഇഷ്ടമുള്ള താല്പര്യമുള്ള ആൾക്കാർക്കും കാണാം, ഞങ്ങൾക്കും പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാലും എടുത്ത് കാണാമല്ലോ എന്ന് ഉദ്ദേശിച്ചിടുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഫിഷിംഗ് വീഡിയോ ഒക്കെ വരും. നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്, സീസൺ ആകുമ്പോഴത്തേക്കും തുടങ്ങാമെന്ന് കണ്ട് വെച്ചിരിക്കുന്നത്. വേറെ കുറേ ജോലിക്കാര്യങ്ങളും പ്രശ്നങ്ങളായിട്ടൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. വെള്ളച്ചാട്ടം കാണാൻ ഇറങ്ങിയ എന്തോടാ എന്തോയി ശരി അവിടെ എന്താ താഴെ ഒഴിച്ചു നോക്കി പോക്കോ എല്ലാവരും പോക്കോ. എല്ലാവരും വണ്ടിയിലോട്ട് തിരിച്ചു പോവാം കേട്ടോ. ഇനി അടുത്ത ഒരുപാട് സ്ഥലം പോവാണോ, മൂന്നാർ ചെയ്തിട്ടില്ല. അടിമാലി കുമ്പൻ പാറ അല്ലേ?
മൂന്നാർ അടുക്കാൻ ആദ്യമല്ല, ഞങ്ങൾ ആദ്യമേ പോകുന്ന മറ്റേ നമ്മുടെ വരയാടിനെ കാണാൻ പോവാം. ഒത്തിരി ലേറ്റായി പോയി, ഭയങ്കര ബ്ലോക്കായി, സമരമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഉച്ചയൊക്കെ ആയി, രാവിലെ ഇറങ്ങിയതാണ്. വഴിയിൽ ഒത്തിരി താമസമായി, പിന്നെ അങ്ങനെ ബ്ലോക്കും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ഉച്ച അരിയുമ്പോൾ വല്ല ഫുഡ് അടിക്കുക, വരയാടിനെ കാണാൻ പോവാം. നാളെ നമ്മൾ അടുത്ത സ്ഥലങ്ങളിലൊക്കെ പോകും. ഇവിടെ എല്ലാം റോഡ് പണി നടക്കും കേട്ടോ, മൊത്തം റോഡ് പോകണം. അതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. നമ്മളെ നേരത്തെ അവിടെ ചെല്ലണ്ടേ, എല്ലാം ഇവിടെ റോഡ് ബ്ലോക്ക്. അങ്ങോട്ട് നോക്കടാ, അല്ല എല്ലാം നോക്കടാ, അത് കണ്ടോടാ, ഇതൊക്കെ കാണടാ പിള്ളേരെ. ഞങ്ങൾ ഇവിടെ ഒന്നും ഇറങ്ങുന്നില്ല കേട്ടോ, കുറേ സ്ഥലം എലിഫന്റ് പാർക്ക് അല്ലേ ഇവിടെ. അവിടെ നമുക്ക് നേരെ വരയാടിൻ്റെ സ്ഥലത്തോട്ടാണ് പോകുന്നത്. കാരണം ഈ കുറച്ച് സമയമുള്ളൂ, നമുക്ക് നൈറ്റ് റൂമിലോട്ട് ചെല്ലുന്നതിന് മുമ്പേ അവിടെ കയറി വരയാടിനെയൊക്കെ കണ്ടിട്ട് അവിടെ ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. മോനെ മോനെ എല്ലാവരും ആവശ്യം തന്നെയല്ല കേട്ടോ, ഭയങ്കര വലിയ തണുപ്പൊന്നുമില്ല, ചൂടല്ലേ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്തോ. ഇത് മൂന്നാർ ആയോ, സ്ഥലമായോ? ഈ 8 കിലോമീറ്റർ ഉണ്ടോ മൂന്നാർ? ഇതുകൂടി കാഴ്ചകളൊക്കെ കേട്ടോ, ഇരിച്ചെല്ലാവരും ഉച്ചക്കത്തെ ഊറ് കഴിയാതെ. എല്ലാവരും വളർന്ന് ഇനി അങ്ങോട്ട് എല്ലാം നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. എല്ലാവരും ഒന്ന് ചാർജ് ആക്കി. അപ്പൊ അപ്പനൊക്കെ ചാർജ് ആയിരിക്കും കേട്ടോ. നല്ല ബ്ലോക്കാണ്, മൊത്തം ബ്ലോക്കാണ്. ഫുള്ള് ബ്ലോക്കായി. തണുപ്പില്ലാതെ വരാൻ ചെയ്തേ. ഇപ്പൊ തണുക്കുന്നുണ്ട്, ഇപ്പൊ അത്യാവശ്യം തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. എല്ലാവരും ഇന്നിച്ചോ? ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത പരിപാടി തുടങ്ങാം. അടുത്ത പരിപാടി എന്താ, വീട്ടിൽ യാത്ര ചെയ്യും. ടൗൺ ആയി കേട്ടോ.
എല്ലാവർക്കും നടക്കുന്നുണ്ടോ? ഇതുവരെ തണുപ്പില്ലെന്ന് പറഞ്ഞിരുന്നു ചെറുതായിട്ട് നടക്കുന്നുണ്ട്. ഇത് വലിയ സീസൺ സമയമൊന്നുമല്ല, എന്നാലും ഉണ്ടോ അത്യാവശ്യം. കഴിക്കാറില്ല. അവിടെ നല്ല വെള്ളമുണ്ടോ? എവിടാ അവിടെ കഴിക്കാറില്ല. അവിടെ പോയി കഴിക്കാം. എല്ലാവരും വെളി ഇറങ്ങിയിട്ട് കഴിക്കാൻ പോവാം. അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയി കഴിക്കാം. ഓട്ടോ ഒന്നും പിടിച്ചു പോകണ്ട. എന്ത് വണ്ടി ഒതുക്കിയിടാൻ വേണ്ടി അല്ലേ? നീ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യും. ഇറങ്ങിയോ? വേണം എങ്കിലും എല്ലാവരും ഒരുമിച്ചിരിക്കേ. വരട്ടെ. കുഞ്ഞു ഇറങ്ങുമോ? ഇത് ഞങ്ങളുടെ അമ്മച്ചി കേട്ടോ, എൻ്റെ അമ്മ. ഇത് അപ്പച്ചനെ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുള്ള അപ്പച്ചൻ. ഇത് എൻ്റെ ഇളയ പെങ്ങള്, ഇതെൻ്റെ മൂത്ത പെങ്ങള്. ഈ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. എന്ത് അതാണ്. ഇതെൻ്റെ രണ്ടാമത്തെ പെങ്ങള്. ഇതെൻ്റെ മൂത്ത അളിയൻ. ഇത് ഏറ്റവും ഇളയ അളിയൻ. പിന്നെ ഒരു അളിയനുണ്ട്, എന്ത് കാണുന്നില്ല. ഇതെല്ലാം പിള്ളേർ സെറ്റ്, ഞങ്ങളെ യോജോ പിള്ളേരാ. അപ്പോൾ ഞങ്ങൾ വല്ല കഴിയാ. ഇതാണ് എൻ്റെ രണ്ടാമത്തെ കളി, ഷിബുമോൻ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വല്ലതും പോയി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത കാഴ്ചകൾ പുറകെ വരും. മഴക്കോടാണ്. ഇരവികുളം നാഷണൽ പാർക്കിലോട്ട് പോകുന്നത്, ദേശീയ ഉദ്യാനം. ഇനിയിപ്പോൾ പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് എല്ലാവരും അങ്ങോട്ട് പോവാം. സെറ്ററോ? കുഞ്ഞിന് സെറ്റർ എടുക്കാൻ പറ്റും. ഇത് മതിടാ. തണുക്കുന്നോ? കുഞ്ഞിന് സെറ്റർ എടുക്കാം. വണ്ടി വേണോ നോക്കട്ടെ, അവിടെ പോയി എടുത്തിട്ടുണ്ടോ? ക്യൂ നിൽക്കുക കേട്ടോ. ബസ് വരുന്നതനുസരിച്ച് കയറി പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ റെഡിയായോ? ക്യാമറ ചാർജ് എടുത്തിട്ടുണ്ട്, 350 എടുത്തിട്ടുണ്ട്. എടുക്കാമല്ലോ. തലയാട്ടുന്നു. അല്ല, തലയൊക്കെ ആട്ട്. കയറിയല്ലേ? ഉണ്ട്, സ്ഥലമുണ്ട്.
ഇവിടെ ഇല്ലേ അമ്മ ഇങ്ങോട്ട് പോകുന്നു സൈഡിലിരിക്കെ സൈഡിലിരിക്കെ ആ പോട്ടെ പോട്ടെ സൈഡിലിരിക്കെ ആ കയറി 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 ആ ഓ കിട്ടി സൈഡ് ജർമ്മൻ ചെയ്ത് ഇവിടെ ഉണ്ട് ഒരു സീറ്റ് കിട്ടി കേട്ടോ അമ്മാര് ഭയങ്കര ഇവിടെ കേട്ടോ നമ്മുടെ ക്യാമറയ്ക്കൊക്കെ പൈസ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കടന്ന് കുസ്തി പിടിക്കുക ക്യാമറയ്ക്ക് പൈസ മേടിച്ചിട്ട് പിന്നെ കടന്ന് കുസ്തി പിടിക്കുക നിങ്ങൾ ക്യാമറ പിടിക്കുക എന്തിനും കൊണ്ടുപോകാം ക്യാമറയുടെ പൈസ അധികം ബില്ല് അടിച്ചിട്ടുണ്ട് ക്യാമറ പിടിക്കാണ്ടില്ല
ഇനിയൊന്നുമില്ല. വാ വാ വാ. ആ അത് കയറി പോണം. വാ അച്ഛാ വരുന്നില്ലേ? അല്ല ഇവിടെ കസാറ ഇരുന്നോ? അച്ഛാന് വയ്യ, അച്ഛൻ വരുന്നില്ലേ? നടക്കാൻ പോയ ശ്വാസം മുട്ടല്ല. പിന്നെ അമ്മ കയറി പോയി വാ. അളിയ എന്തി? അവിടെ ഇരിക്കുവാണോ? അങ്ങോട്ട് പോന്നു, വരയാട് പോന്നു, കയറി പോന്ന. മോളി വരും അവിടെ പോയി കാണും. വരയാടിനെ കണ്ടോ? അതിന് വരും, മോളി വരും. പോകുമ്പോ കാണാം, വേറെ ഉണ്ട് ഇഷ്ടംപോലെ. തൊട്ടാ കടിക്കും. ഇപ്പൊ എല്ലാവർക്കും ഒന്ന് തണുത്ത് വരുന്നുണ്ട്. എല്ലാവരോടും ഒന്ന് കോട്ടൊക്കെ എടുത്തോളാൻ മതി. ഇവിടെ ഭയങ്കര ചൂടാന്ന് പറഞ്ഞു. ഇപ്പൊ ആർക്ക് കോട്ടൊന്നും എടുക്കാൻ എല്ലാവർക്കും പോകുന്നത്. അതിന് ചോദിച്ചു. ഓ കുഴപ്പമില്ല, വാ നടക്കുമ്പോ ചൂടാവും. അവര് പോട്ടെ. ഞാൻ ഇവിടെ പോടാ ഒരുമിച്ചോ. നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം എന്താ, എന്തൊരു ചെയ്യല്ലെന്ന് പറഞ്ഞാൽ ആദ്യം അത് ചെയ്യും. ആടിനെ തൊടലെന്ന് പറഞ്ഞാൽ ആദ്യം അതിനെ പിടിച്ച് ഞെരുതിയിട്ട് വിടുന്നു. അതിനെ തെള്ളിക്കൊണ്ട് അങ്ങ് പോവാ. ഇനി പുള്ളിയുടെ പുറകെ നമ്മൾ പോകണമായിരിക്കും അതിനൊന്ന് കാണണമെങ്കിൽ. എന്തി ആണെന്തി? പിന്നെ കേറണം മോളിൽ പോണം. പിന്നെ എന്തിനാണോ വന്നേ? തണക്കട്ടെ. അവര് കാറ് വരുന്നുണ്ട്. പിടിക്കില്ല. ദൂരെ തന്നെ. വാ നടക്കുന്ന ഏറ്റവും മുകളിൽ ഇനിയും പോകണം. ഒരു റൗണ്ട് കൂടെ അല്ലേ? ഇനി എത്ര ഉണ്ടടി? ഇനി ആ ഒരു റൗണ്ട് കൂടെ കയറി പോകണം മുകളിൽ. അമ്മച്ചി മമ്മി വാട്ടർ മില്ലോ ആ ഉണ്ട്. എല്ലാരും ഉണ്ട്. നടന്ന് ഇവിടെ വരെ ഇനിയുണ്ട് ഒരു റൗണ്ട് കൂടെ. ഇനിയുണ്ട് ആള്. വാ ഇനി വെച്ച് കുറച്ചുകൊണ്ട് കയറാൻ. അയ്യോ
വാ വാ വാ. അല്ലയോ വരയാടിങ്ങി പോന്നോ? അതിന് താഴത്തെ മതിയാ. എല്ലാവരും അവിടെ നിന്ന് പേടിപ്പിച്ച് ഇങ്ങോട്ട് വിട്ട്. ഓടിക്കില്ല അവിടെ നിൽക്കട്ടെ, എല്ലാവരും കാണട്ടെ. തൊടല്ലേ തൊട്ടാൽ വേണോ? അവിടെ നിൽക്കും അത്. നിങ്ങൾ പേടിപ്പിക്കായിരിക്കും അതവിടെ നിൽക്കി. കണ്ടാ പോരെ ഈ തൊട്ട് അല്ല ഇങ്ങോട്ട് നോക്കി. ആ ഒരാൾ മാത്രം ഇതിനു വേണ്ടി ഡ്യൂട്ടി ചെയ്യുന്ന കേട്ടോ. ഓവർ ഡ്യൂട്ടിയാ. വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. അവൻ താഴേന്ന് മോള് വരെ നമ്മുടെ കൂടെ ഉണ്ട്. ഗൈഡാ തോന്നുന്നുണ്ട്. കോട കാണണേ കണ്ടോ? കോട കയറി വരുന്നേ ഉള്ളു കേട്ടോ. നല്ല തണുപ്പുണ്ട് ഇപ്പോഴാ ശരിക്കും തണുക്കുന്നല്ലേ. അച്ഛനെ കൊണ്ടാൻ പറ്റില്ല, ശ്വാസം മുട്ടു. തോന്നുന്നു വെള്ളച്ചാട്ടം. ആ ഇനി അങ്ങോട്ട് അവിടെ വരുള്ളൂ. ആ ജംഗ്ഷൻ അങ്ങോട്ട് പോകണ്ട. ഇതാ കറക്റ്റ് സ്പോട്ട്. ഭയങ്കര തണുപ്പാ കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല തണുപ്പ്. ഭയങ്കര കാറ്റാ കേട്ടോ. ഇനിയും ഞങ്ങളെങ്ങനെ തണുത്ത് വിറച്ചിരിക്കുകയാണ് ഗായ്സ്. ആ ഗായ്സ് എന്താ തണുപ്പാ, ഭയങ്കര തണുപ്പ്. ഒരു രക്ഷയില്ല. എവിടെയാണ്? പുറത്തോ അയ്യോ. ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ല. ആഹാ എന്ത് രസമുള്ളൂ. നോക്കി എല്ലാരും ചിരിച്ചേ. കിട്ടിയോ? എൻ്റെ ഇളയ പെങ്ങള്, അതിൻ്റെ ഇളയ പെങ്ങള്, ഏറ്റവും ഇളയ ഞങ്ങളുടെ ഒരു ജോയിന്റ് പിക്ക്. അല്ലേ തകർക്കളിയാ? കിട്ടിയോ? ആ ചിരി അളിയന്മാർ വാ. ജോസലി വന്നേ. എൻ്റെ അളിയന്മാരെ കൂടി വാ അളിയ. കമോളിയ വാ ശിവോനെ വാ ശിവോനെ.
ഇത് എൻ്റെ മൂത്തളി മുമ്പ് പറഞ്ഞായിരുന്നു. ഇത് രണ്ടാമത്തെ അളിയത് മൂന്നാമത്തെ അളി. ആ എടുക്ക് സാബോകൾ നോക്കങ്ങളെ. നാളെ ഇറങ്ങുക കേട്ടോ. പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോവാം. ഇനിയിപ്പോൾ നേരെ റൂമിലോട്ട് പോവാം. റൂമിലോട്ട് നാളെ ഉള്ളൂ എനിക്ക് കാഴ്ച. ഇനിയിപ്പോൾ മഴയൊക്കെ ആയിരിക്കും. അപ്പോൾ റൂമിലോട്ട് എല്ലാവരും പോയിട്ട് അവിടെ ഫുഡൊക്കെ അടിച്ച് അവിടെ ചെറിയ കലാപരിപാടിയൊക്കെ നടത്തി ഇല്ലേ. ഇത് ടീ കൂട്ടി എല്ലാവരും ചിക്കൻ കടം പാട്ട് ഡാൻസും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ പോട്ടെ, ഭയങ്കര മഴയും തണുപ്പൊക്കെ വരുന്നു. എല്ലാവരും പോയോ? നിൽക്കവിടെ. ആ ഒരു വരയാടാ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. വരയാണ്ടൊക്കെ അപ്പം ആകെ ഒരു വരയാടുണ്ട്. അവൻ്റെ രാവിലോട്ട് അങ്ങോട്ട് പോകും, താഴേന്ന് പിന്നെ മുകളിലോട്ട് വരും, പിന്നെയും താഴോട്ട് പോകും. അമ്മയല്ലേ പോകുന്നത്? അമ്മ വീഴും. അപ്പോൾ ഓക്കെ, ഞങ്ങൾ താഴെ പോട്ടെ. അച്ഛൻ അവിടെ താഴെ ഇരിക്കും കേട്ടോ. എൻ്റെ കയറ്റം കയറാൻ പോയോ, അറ്റാക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട്, ശ്വാസം മുട്ടും. അപ്പോൾ താഴെ പോയിട്ട് കാണാം. എല്ലാവരും പോലെ അപ്പോൾ ഇട്ടേക്കാം. ഇത് കേട്ടോ, ഇനി അത്രയും വട്ടം കറങ്ങണം നമ്മൾ. അപ്പോൾ ഓക്കെ, റൂമിൽ ചെന്നിട്ട് കാണാം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നലെ വൈകിട്ടത്തെ പരിപാടി ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം എല്ലാവരും ക്ഷീണിച്ചൊക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും കുളിയുന്നതിനൊക്കെ കഴിഞ്ഞ് പാട്ടും പരിപാടിയൊക്കെ അത് വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞു പോയി സത്യം പറഞ്ഞാൽ. അതും പറ്റിയില്ല. പിന്നെ എല്ലാവരും കയറി കിടന്നുറങ്ങി. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കൂടുതൽ സ്ഥലങ്ങൾ പോകുന്നത്. എന്നാൽ ഇന്നലെ അധികം പോയില്ല, കാരണം തിരക്ക് ബ്ലോക്കൊക്കെ ആയിരുന്നു. നമ്മൾ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇന്നാണ് കൂടുതൽ സ്ഥലങ്ങളിലോട്ട് പോകുന്നത്. രാവിലെ എല്ലാവരും ഒരുങ്ങി റെഡിയായി നിൽക്കുക. ഇനിയിപ്പോൾ എല്ലാം കഴിക്കാൻ രാവിലത്തെ. അപ്പോൾ നമ്മൾ താമസിച്ച വീടാണ് കേട്ടോ. അടിപൊളി ഒരു സെറ്റപ്പ് ഉള്ള വീടാണ് കേട്ടോ. മുകളിലുണ്ട്, താഴെയുണ്ട് സൗകര്യം. അപ്പോൾ താഴെ കാണിക്കാം. പിന്നെ അപ്പോൾ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. എല്ലാവരും ഒരുങ്ങി റെഡിയായിരിക്കുകയാണ്. എല്ലാം സെറ്റായോ? ഇപ്പോൾ 2-3 മുറിയും കാര്യങ്ങളും സെറ്റപ്പും ഒക്കെ ഉണ്ട്. അടിപൊളി ഒരു സ്റ്റേ ആയിരുന്നു അല്ലേ? അടിപൊളി സ്റ്റേ അല്ലേ? ഓക്കെ, ഇത്രയൊക്കെയുള്ള. പിന്നെ എന്തിൻ്റെ നമ്പറോ കാര്യങ്ങളെല്ലാം വേണം നമുക്ക് താടി ചെയ്തേ കേട്ടോ. നമുക്ക് ഇതേതാ സ്ഥലം? ആനമലയില്ലേ? പറഞ്ഞേ സ്ഥലം ഏതായിരുന്നല്ലേ? ഇത് ആനമലേ? ആനച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ്. സ്റ്റേ ഇവിടെ ഒരുപാട് ഹോം സ്റ്റേ ഉണ്ട്. സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുക. അപ്പോൾ നമ്പർ വേണമെങ്കിൽ ഞാൻ അടിയിൽ കൊടുത്തേക്കാം. അവരെ വിളിച്ചാൽ മതി. മൂന്നാറിൽ നിന്ന് 10 കിലോമീറ്റർ പോകുന്നതിന് ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റാണ് കൊടുത്തത്. ഇത് ഗുണ്ടലി ഡാമോ? നീലക്കുറിഞ്ഞി ഗുണ്ടലി ഡാം, ചിന്നക്കനാൽ വ്യൂ, ഇടുക്കി ഡാം, എക്കോ പോയിന്റ്. ഈ സ്ഥലമൊക്കെ അവിടെ നമുക്ക് നോക്കണം. അപ്പോൾ ഞങ്ങൾ പോയി രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടേ രാവിലത്തെ പരിപാടി തുടങ്ങട്ടെ. അപ്പോൾ ഇനി വീഡിയോ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള വീഡിയോസിലേക്ക് കാണാം. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ട് നമ്മൾ താമസിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചായക്കടയുണ്ട്. അവിടെ നിന്ന് കുടിക്കാം. അമ്മയെ കുളിച്ച് അവരെല്ലാം കൂടെ അങ്ങോട്ട് പോയേ. എല്ലാവരും അങ്ങോട്ട് പോയി ചായക്കട തപ്പി പോയത്. നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് നമ്മുടെ തൊട്ട് വേണ്ടി തന്നെ ചായക്കടയുണ്ട്. ഇത് ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലം. ഇതാട്ടോ, അടിപൊളി സ്റ്റേയാണ് ഇവിടെ. ഇതായിരുന്നു ഹോം സ്റ്റേ. മുകളിലും താഴെ സെറ്റപ്പുണ്ട്. നമുക്ക് മുകളിൽ വേണം. മുകളിലാണെങ്കിൽ 3 മുറി, 3 അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും തീ കൂട്ടി പരിപാടിയൊക്കെ നടത്താനുള്ള സെറ്റപ്പുണ്ട്. പിന്നെ ഞങ്ങൾ ഇന്നലെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവരും അകത്തായിരുന്നു. പാട്ടൊക്കെ വെച്ച് അകത്ത് പരിപാടിയായിരുന്നു. പിന്നെ അത് വീഡിയോ പിടിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ, മറന്നുപോയി. നല്ല സൗകര്യമുണ്ട്. താഴെയുണ്ട്, മുകളിലുമുണ്ട്. അപ്പോൾ നമ്പർ ഞാൻ എന്നെ കൂടെ കൊടുത്തേക്കട്ടെ. നമ്പരോട് അതിനകത്ത് തന്നേക്കാം. അവരുടെ ബോർഡുണ്ട്, അതിനെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതാ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചിവിടെ ബുക്ക് ചെയ്താൽ മതി. അവരുടെ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. അടിപൊളി സ്റ്റേ കേട്ടോ. സെറ്റപ്പ് സ്ഥലം.
താമസം ഒരു ശല്യമില്ല. ഇവിടെ എല്ലാം അപ്പുറം ഇപ്പുറം എല്ലാം താമസിക്കാനുള്ളതാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പാർക്കുണ്ട്, അഡ്വഞ്ചർ പാർക്കുണ്ട്. അതിന് 9 മണിയാകുമ്പോഴേ തുറക്കത്തുള്ളൂ. നമ്മൾ പിള്ളേരെ കൊണ്ടൊക്കെ വേണേൽ കയറി അതിനകത്ത് തകർത്തിട്ട് പോവാം. ഓപ്പൺ ആയില്ല, 9 മണിയാകുമ്പോഴേ ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ടിരിക്കട്ടെ. അവരെല്ലാം കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് ചായക്കട തപ്പി. പിന്നെ ഇവിടെ തുറന്നിരുന്നു, ഇപ്പോഴാണ് തുറന്നു. ഓക്കെ അവർ വരും. ഊണൊക്കെ കഴിഞ്ഞ് അല്ല ഊണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോയി മൂട് പോയി. നമ്മൾ അടുത്ത കാഴ്ചകളിലേക്ക് പോകട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്. വളരെ അടിപൊളി കാഴ്ചയാണ്, നമുക്ക് എടുക്കാം. ബ്ലോക്കാണല്ലോ, വണ്ടിയെല്ലാം ബ്ലോക്കാണ്. സമയമെടുക്കും. ഇവിടുത്തെ മെയിൻ പ്രശ്നം അതാട്ടോ. ഇപ്പോൾ എല്ലാ പൂജാപ്പിൻ്റെ ഒക്കെ അവധിയാണ്, മൊത്തം ആൾക്കാർ ഉള്ള വണ്ടിയെല്ലാം ബ്ലോക്കായി. ഇവിടെ വന്ന് തിരക്കുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ കുറഞ്ഞ 1 മണിക്കൂർ ഭയങ്കര തിരക്കാണ്. അപ്പോൾ മുകളിലോട്ട് കയറി ഞാൻ
ഡാമിലോട്ട് പോകും. ഡാമെത്തിയോ? മാട്ടുപ്പെട്ടി ഡാമെത്തിയോ? ആ നോക്കാം. മാട്ടുപ്പെട്ടി ഡാം. എല്ലാവരും ഇറങ്ങ. വായോ വായോ എല്ലാവരും എണ്ണിച്ചോ. മാട്ടുപ്പെട്ടി ഡാമായുണ്ട്. അങ്ങോട്ട് പോവാം. അങ്ങോട്ട് വെള്ളച്ചാട്ടം. ഭയങ്കര വെയിലാട്ടോ. ഉച്ച സമയത്തൊക്കെ സൈക്കിൾ. ഓ ഇപ്പോൾ തണുപ്പൊന്നും ഇല്ലല്ലോ. ഓവർകോട്ടൊക്കെ എടുത്ത് കളഞ്ഞു. ഇത് എന്താ കാണാനടി മൊത്തം വേലിയിട്ടേക്ക്. വാ വാ വാ. കാണണ്ടായോ? ഇവിടെ നോക്കണേ, ഇതൊക്കെ നോക്കണേ. വാ 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 വാ. അത്രേ ഉള്ളൂ കാണാൻ. കാണേണ്ട സ്ഥലമാണ്. അപ്പുറമാണ് ഡാം ശരിക്കും. ഇവിടെ വെള്ളച്ചാട്ടം അപ്പുറ സൈഡിലാണ് ഡാം കിടക്കും. ഉണ്ടോ? എല്ലാം ഉണ്ടോ? ഇവിടെ മുഴുവൻ തിരക്ക്. ഇവിടെ നിന്ന് കാണാനുള്ള സൗകര്യമില്ലല്ലേ?
മൊത്തം ഭയങ്കര തിരക്കാട്ടോ, വണ്ടി വന്നിരിക്കിട്ട് പോകും. അപ്പോൾ അതിനകത്ത് ബോട്ട് സർവീസ് ഉണ്ടോ നോക്കി, മറ്റേ കയാക്ക് പോലെ സാധനമൊക്കെ ഉണ്ട്. എന്തോ ആഴം കാണും. പോവാം. പ്രത്യേകിച്ചൊന്നുമില്ല. മാട്ടുപ്പെട്ടി ഡാം ചുമ്മാ അവിടെ ഒന്ന് അതിനേരം നിൽക്കാനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് ഡാം കാണാത്തത്. ഡാം ഇത്രയേ ഉള്ളൂ സംഭവം. കുണ്ടള ഡാം. അപ്പോൾ ഡാം കണ്ടു. ഇപ്പോൾ അതിനേരം നിൽക്കാമല്ലോ, ഭയങ്കര തിരക്കാണ്. ഇനി അതിൻ്റെ കടി മേടിച്ച് കേട്ടണേ. മിസ്റ്റർ കുരങ്ങൻ ഇവിടെ വരും. പോസ് ചെയ്യും. നാരങ്ങ മുട്ടായി കൊടുക്കും. ടച്ച് ചെയ്തങ്ങ് പോസ് ചെയ്യുക, ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് ഓരോന്നും മേടിച്ച് കഴിക്കുക. കയ്യെ പിടിക്കല്ലോ, ഞാൻ പിടിക്കില്ല ഇത്. എക്കോ പോയിന്റ് എല്ലാവരും ഇറങ്ങി നടക്കാം. എക്കോ പോയിന്റിലോട്ട് പോകാം. എല്ലാവരും വരൂ. കമോൺ. എക്കോ പോയിന്റിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് നമ്മുടെ ആൾക്കാർ കുറച്ച് പേര് ചൂണ്ടയിടുന്നുണ്ട്. അത് കാണാം. ചൂണ്ടക്കാർ എന്താ മീനായിട്ട് അല്ല ഗബ്രി ഏറി ചൂണ്ടയാണ്. നീ വല്ലതും കിട്ടിയോ? ഇവിടുത്തെ ചൂണ്ടക്കാരെ, മൂന്നാറിലെ ചൂണ്ടക്കാർ. പോ എക്കോ പോയിന്റോട്ട് പോകണം. വാ കണ്ണാടിയൊക്കെ വേണം മേടിച്ച് വെച്ചോളൂ. വാ നടക്കുന്നു പറഞ്ഞു സാബു. വരട്ടല്ലേ ബാ. എല്ലാരും 4 വഴിക്ക് പോയി. ഇനി എല്ലാരും തപ്പി ഇവിടെ റേഞ്ച് ഉണ്ടോന്നായി തോന്നി.
അത് വെടി വെക്കാണ്ട് അവിടെ വെടി വെക്കാൻ സ്ഥലമുണ്ട്. എന്തെങ്കിലും വേണ്ടിയൊക്കെ കണ്ണാടിയൊക്കെ വേണം മേടിച്ച് വെച്ചോടാ. കണ്ണാടിയൊക്കെ മേടിച്ച് വെച്ചോ. ആണ് മറ്റേ ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് ഹോം തിരിച്ചു വരാം. ആ വരാം, തിരിച്ചു വരാം. നീ വെറുതെ തിരുമ്പി മേടിക്കുവായിരുന്നു. എല്ലാ കടയിലും കയറി ടേസ്റ്റോ പറഞ്ഞേട്ടോ അല്ലേ? ഇത്ര പേരുള്ളൂ, ബാക്കി ആൾക്കാരൊക്കെ വിളിച്ചോണ്ട് പോവാ. ബാബാ ഇറങ്ങുക. ഇതാ എക്കോ പോയിന്റ്. ഇപ്പം എക്കോ പോയിന്റിലെത്തി. ഇത്രേ ഉള്ളൂ. വാ ഇത്രേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ എക്കോ പോയിന്റ് പോയിട്ട് ഒരു കുന്തമില്ല കാണാൻ. എന്താ കാണാൻ? ചുമ്മാ അവിടെ പോയി ഒന്ന് വിളിച്ചു പോകാന്നല്ല. നട്ടുച്ച വെയിലത്ത് വരരുത്. 4 മണിക്ക് ശേഷമൊക്കെ കാണാൻ ഇറങ്ങിയപ്പോൾ എല്ലാവരും തിരിച്ചു പോകും, അടുത്ത സ്ഥലത്തോട്ട് പോകും. ബാബ ജിജി ഇറങ്ങണ്ട, നേരെ അങ്ങോട്ട് അറ്റത്താനം പോവാം. കയറി കയറി വണ്ടി വന്നു. അടുത്ത ലൊക്കേഷനിലോട്ട് പോകും. ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും പെട്ടെന്നല്ലേ പെട്ടെന്നല്ലേ എല്ലാവരും കയറാം. ടിക്കറ്റ് എടുക്ക. കയറി 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 വണ്ടി വണ്ടി. എല്ലാവരും വിളിച്ചോ. ഡാമായി ഡാമായി ഡാമായി. ഓക്കെ
ഇത്തിരി ഉള്ളോട്ട് വരും. ഇവിടെ അടുത്ത് കിട്ടും. നടന്ന് നോക്കാറില്ല. ആ കാണുന്ന കുണ്ടള ഡാം ആണോ? ആ നട്ടുച്ച വേലത്തോടെ പോകണം. കുണ്ടള ഡാമിൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര വെയിലാണ്. വാ എല്ലാവരും വാ. കുരങ്ങന്മാരില്ലേ നമ്മുടെ വണ്ടിക്ക് ഗ്ലാസ്സൊക്കെ തുറന്ന് കയറുന്നതാണോ? ഗ്ലാസ് അടച്ചില്ല, ഇതിനകത്ത് കയറി വല്ലതൊക്കെ പറിക്കൊണ്ട് പോകും കേട്ടുമാര്. നിക്കടോ വാ വാ. കുരങ്ങന്മാരെടുത്ത് സ്പോട്ട് നോക്കി പോകുന്നു. വാ എല്ലാ കുരങ്ങന്മാരും വാ. ആ ഡാം തന്നെ ആപ്പ് സൈഡിലുണ്ട്. ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട്. വാ അങ്ങോട്ട് നാട് കിടക്കണം. വാ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കും. ഇനി റെസ്റ്റ് എടുക്കും. ഇവിടെ വന്നിട്ട് ഇത് പോയില്ലെങ്കിൽ പിന്നെ എല്ലാവരും ആവശ്യം തന്നെയല്ലേ ആയി. തണുപ്പ് ഉച്ചക്കൊക്കെ ഭയങ്കര ചൂട് കിട്ടും. ടീച്ചർ അല്ലാത്ത നേരെ വിട്ടേക്കാം. 7 മണിയാകുമ്പോൾ ഇത് കുറച്ച് സൗകര്യം ഉണ്ടല്ലേ മറ്റേ ഡാമിനേക്കുള്ളല്ലേ? നമുക്ക് കാണാനൊക്കെ മറ്റേ ഡാമിൽ പോയല്ലേ നെറ്റ് ഒന്നും ഇല്ല. അവിടുന്ന് കാണാം. നമുക്ക് നടന്ന അതിന് വെള്ളത്തിൽ തൊട്ട് കാണാം. വാ വാ വാ. അവിടേക്ക് അവരോട് വേട്ടെ പിള്ളേരല്ല അവിടെ. വാ വാ. എത്ര ഇതിൽ വെള്ളം പോളിക്കുന്നു നോക്കി. കാണാൻ വയ്യ. എല്ലാവരും ഒരുമിച്ചോ? ഈ സൈഡ് വാ. ഈ സൈഡ് ആണോ? വെള്ളം ചാടും. പിന്നെ ഇതാ രസം കേട്ടോ. മറ്റേ ഡാമിനേക്കാൾ മറ്റേ നമ്മൾ ആദ്യം കണ്ട ഡാമേ ആദ്യം കണ്ട ഡാമേ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ ഒന്നും കാണാൻ പറ്റും. ഇവിടെ കുന്തള ഡാമിൻ്റെ അവിടെ നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ഡാമിൽ വെള്ളം കിടക്കുന്നതും കാണാം. ഈ ഇത്ര ഹൈറ്റിൽ വെള്ളം കിടക്കുന്നത് 1750 മീറ്റർ അടി. 1750 അടി. ഇത് കണ്ടോടാ ചക്ര കണ്ടോടാ. ഷട്ടർ വെക്കുന്നത് ഇത് കണ്ടോടാ. ഡാമിൻ്റെ ഷട്ടർ വെക്കുന്നത് സെറ്റ് നമ്മളെ കൊണ്ടൊന്നും കിടക്കാൻ. അത് ഷട്ടർ വെക്കും വെള്ളം കാണാം.
എങ്ങനെയുണ്ട്? അവിടെ എന്താ കാണാൻ പറ്റുമോ? അതെ വന്നില്ല, നഷ്ടമായിപ്പോയി. ആർക്കും വരാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞു. എല്ലാവരും കയ്യെ പിടിച്ചോ, പിള്ളേരെല്ലാം പിടിച്ച്. ഈ മൊബൈൽ അവിടെ പോകരുത്. പിള്ളേരെല്ലാം കയ്യെ പിടിച്ചിരിക്കണേ, അങ്ങോട്ട് പോകും. മൊബൈൽ പോയപ്പോൾ ജയമോ ഇങ്ങുണ്ട് ഡാം. അടിപൊളി കേട്ടോ, അടിപൊളി കാഴ്ച ഇവിടെ വന്ന്. വെള്ളമാണ് നോക്കി. ഇത് സൂപ്പറാണ് കേട്ടോ. കുന്തള ഡാമിൽ വരണം, എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഡാമിനെ പറ്റി. എങ്ങോട്ടല്ലേ? അടിപൊളിയേ. അവിടെ എത്തി നോക്കല്ലേ. കണ്ട സഹോടം എങ്ങനെയുണ്ടോ? ആ അടിപൊളിയാ. ഇതാ സൂപ്പറായിട്ട്. ഇവിടെ നല്ല നല്ല വ്യൂ ആണ്, നല്ല വ്യൂ ആണ്. എനിക്ക് ബാടാ അവിടെ പോയി മേടിക്കും. ബാ അവൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ബാ നമുക്ക് അവിടെ പോയി മേടിക്കും. ബാ ഇത് നോക്കി കുരങ്ങൻ സാർ. ആ ഞാൻ ഇരിക്കുന്നത്. ബാ 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 ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് എല്ലാവരും. നല്ല പോയി കാടൻ കുതിര കണ്ടിരുന്നു. ഇത് മുട്ടം ഭയങ്കര സൈസാണല്ലോ ഈ മരം. പയന്മരം കേട്ടോ, തകർപ്പ സൈസ്. നോക്കി ഞാൻ വലിപ്പോ. അങ്ങനെ അതും കഴിഞ്ഞു. കുന്തള ഡാം. ഇനി എന്താ ഉള്ളത്? ഇനി അടുത്ത തലം ചോദിക്കട്ടെ. ഇവിടെ ഫോറസ്റ്റ് മുഴുവൻ കാടാണോ? എല്ലാവരും ആവശ്യ നിലയിലായോ? അമ്മയ്ക്ക് വയ്യായോ? USMIക്ക് മതിയായി. നോക്കട്ടെ, നമ്മളിവിടം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പതുക്കെ അത്ര ദൂരം നടക്കണം വണ്ടിയിലോട്ട്. അതെ, ബോധമുണ്ട്. അടുത്ത വീഡിയോ ഇടാം. വെള്ളം എടുത്തോ. ഈ കാണുന്ന തണ്ടു തടിയൊക്കെ ഉണ്ടെങ്കിൽ അല്ല ഈ പെണ്ണിന്റെ പപ്പ എവിടെ ചുമ്മാ ഇരിയാച്ച. നമ്മളുടെ പാർട്ടിയുടെ കാര്യത്തിനാണ് കൂടി ഡേറ്റ് തീരുമാനം. അവരെ പിള്ളേരെല്ലാം വണ്ടിക്കകത്ത് കയറിക്കോ. പിള്ളേരെല്ലാം പോയി വണ്ടിക്കകത്ത് കയറിക്കോ. അപ്പച്ചൻ കൂടെ വരും. ടീ ഫാക്ടറിയിലോട്ട് വന്ന കേട്ടോ. വണ്ടി ഒരു 2-2.5 മണിക്കൂർ ബ്ലോക്കായി പോയി. കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എല്ലാം വൈകിട്ട് എല്ലാവർക്കും തിരിച്ച് വീട്ടിൽ പോകണ്ടേ. അവിടെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ടീ ഫാക്ടറി കയറുന്നില്ല. കുറച്ച് അകത്ത് ഭയങ്കര തിരക്ക്. അവധി ദിവസം കൂടെ ആയതുകൊണ്ട് ഭയങ്കര ആളാണ്. ഇതാ സംഭവം. ഇടിച്ചു കുത്തിയ ആളാണ്. അപ്പോൾ ഞങ്ങൾ 3-4 പേര് കയറി കുറച്ച് തേയിലയൊക്കെ മേടിച്ചിട്ടങ്ങ് പോകാമെന്ന് കണ്ട. വൃത്തിയിൽ മ്യൂസിയത്തിൽ കയറിയിട്ട് ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി. ഭയങ്കര താരം തിരക്കുമാണ്. അതിനകത്ത് ക്യാമറ ഒന്നും കയറ്റാൻ പറ്റത്തില്ല.
അപ്പോൾ വീഡിയോ എടുക്കാനുള്ള സംവിധാനം വീഡിയോ എടുക്കാൻ വേണ്ടി എന്നാ, പക്ഷെ അവർ സമ്മതിക്കത്തില്ല. അവിടെ ഫാക്ടറിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര മൊത്തം ബ്ലോക്കാണ്. മൂന്നാറിൽ വരുവാണെന്നുണ്ട് തിരക്കില്ലാത്ത സമയത്ത് വരും. അവധി ദിവസങ്ങളിൽ വരരുത്. വന്ന ഒരു സാധനം കാണാനും പറ്റത്തില്ല, പോകാൻ വണ്ടി കിടക്കുന്നത്. ഒരു ബ്ലോക്കൊക്കെ വന്നാൽ 1 മണിക്കൂർ 2 മണിക്കൂർ പോകും. ഇങ്ങോട്ട് വരുമ്പോൾ പാട്ടും പാടി ഡാൻസൊക്കെ കളിച്ച് വരും. തിരിച്ചു പോകുമ്പോൾ അയ്യോ അമ്മയെന്ന് പറഞ്ഞോ. ഇവിടെ ഡാൻസുകാരെല്ലാം ഒതുങ്ങി, എല്ലാവരും ക്ഷീണിച്ചു. ഒരു 2 സ്റ്റെപ്പ് ഇട്ടാലോ? പുതിയ പുതിയ ആക്കി ഇവിടെ തിരക്ക് കണ്ടു. എല്ലാരും തുള്ളിച്ചാടിയാ പോകുന്നത്. കുടിച്ച ബ്ലോക്ക, ഭയങ്കര ബ്ലോക്ക്. മരുന്നടിച്ചേക്കുക. അത് കുറച്ച് തേയിലയൊക്കെ മേടിച്ച് ഭയങ്കര വിലയാ. നല്ല ക്വാളിറ്റി ആയിരിക്കും, ഫസ്റ്റ് ക്വാളിറ്റി സാധനം. അത് അത്രയും വില. എനിക്ക് ചായട്ട് കുടിക്കുമ്പോൾ അറിയാം എങ്ങനത്തെ. ഇല്ല, ഞങ്ങൾ ചായക്കാരായതുകൊണ്ട് പിന്നെ ഇഷ്ടം പോലെ വേണം. അപ്പം നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.